സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ വീടിൻ്റെ മുറ്റത്തെ എല്ലാ ദിവസവും ഞങ്ങൾ രാത്രിക്ക് അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയാറുണ്ട്, സ്വറ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ട്. പുറത്ത് പണ്ടത്തെ പോലെ വിറകൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു അടുപ്പൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ദം ബിരിയാണി. പക്ഷേ അത് എല്ലാവരും കൂടി നല്ലൊരു സപ്പോർട്ടോട് കൂടി ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളതിന് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇതാ വന്നിരിക്കുകയാണ്. ചിക്കനൊക്കെ ഇതാ വാങ്ങി, ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മാത്രമേ ഞാൻ നന്നാക്കിയിട്ടുള്ളൂ, തൊലി കളയാൻ മാത്രമേ ഞാൻ നന്നാക്കിയിട്ടുള്ളൂ. ബാക്കി ചെയ്യുന്നത് ഓരോരുത്തരായിട്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ കോൺട്രിബ്യൂഷനും അതിലുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് എല്ലാവരും ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ബിരിയാണി അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ആവി പറക്കുന്ന ചിക്കൻ ദം ബിരിയാണി, അതിൻ്റെ വീഡിയോ ആണത്. നമ്മുടെ ഈ ചിക്കൻ ദം ബിരിയാണിയുടെ മെയിൻ ഉസ്താദ് എന്ന് പറയുന്നത് റിമയാണ്. റിമയ്ക്കൊപ്പം സഹായികളായിട്ട് രാഗിയുണ്ട്, ലക്ഷ്മിയുണ്ട്, ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ശ്രദ്ധക്കുട്ടിയും സ്നേഹസും അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ അവരും ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ആണുങ്ങൾ, എൻ്റെ ഒപ്പം വിനോദുണ്ട്, ലിജിനുണ്ട് ഒക്കെ കൂടി ഞങ്ങൾ പറ്റാവുന്ന സഹായങ്ങളൊക്കെ അവർ കൂടെ നിന്നിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മെയിൻലി അവരൊക്കെ തന്നെയാണ് കേട്ടോ, പെണ്ണുങ്ങൾ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു ഒരു ദം ബിരിയാണി, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ തന്നെ ചെയ്ത് അടിപൊളിയായിട്ട്. മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് പുറത്ത്, നമ്മുടെ വില്ലയുടെ പുറത്തുണ്ടല്ലോ മുറ്റത്ത് വിറകൊക്കെ അടുപ്പൊക്കെ കെട്ടി വിറകൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ദം ബിരിയാണി ആയിരുന്നു മനസ്സിലുള്ള പ്ലാനായിരുന്നു. പുറത്തിപ്പോൾ വൈകിട്ടൊന്നും നിൽക്കാൻ പോലും പറ്റില്ല, ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാനൊക്കെ ഒന്ന് മാറ്റി. പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാജി ദുബായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലെയറായിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ദം ഫില്ല് ചെയ്യുമ്പോണ്ടല്ലോ, ആ ബിരിയാണിയുടെ ആ മണം ഉണ്ടല്ലോ, എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു രാത്രി ഒരു 10 മണി 10:30 ആകുമ്പോഴാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. അതുവരെ നല്ല വിശപ്പുണ്ടായിരുന്നു. ആ മണം കൂടെ അടിക്കുമ്പോണ്ടല്ലോ ഒരു 1.5 കൺട്രോൾ പോക്കായിരുന്നു. അങ്ങനെ കേസ് നമ്മളിത് ആ ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്വരപ്പറച്ചിലൊക്കെ കുറച്ച് കുറഞ്ഞു, കാരണം ആ ബിരിയാണി നമ്മുടെ മുന്നിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ വർത്തമാനങ്ങളൊക്കെ കുറേശ്ശൊക്കെ കുറഞ്ഞിരുന്നു. അതുമാത്രമല്ല നല്ല വിശപ്പുമായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. ബിരിയാണിയൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ കൊച്ചു വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വരാം അടുത്ത ഇതുപോലുള്ള കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട്. അതുവരെയ്ക്കും ഇവിടെ ഷാർജയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിന്ന സുധീഷ് ഗുരുവായൂരാണ്. ബൈ.